ഇപ്പം രണ്ട് വിഷയം ഇവിടെ സംസാരിച്ചു, രണ്ടും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. കാരണം ഒരു റജുല്, ഒരു മനുഷ്യർ, പിന്നെ കാട്ടിലൊക്കെ സംഭവങ്ങളൊക്കെ. പ്രവാചകൻ്റെ കബറിങ്, പ്രവാചകൻ്റെ ഭാര്യമാരോ മക്കളോ സഹാബികളോ ആരെങ്കിലും പോയിട്ടുണ്ടോ, ഇസ്തിഗാസ നടത്തിയിട്ടുണ്ടോ? അതേമാതിരി ബദരീങ്ങൾ ഒറിജിനൽ ഔലിയാണ്. ആ ബദരീങ്ങളുടെ കബറിങ് അവരുടെ ഭാര്യമാരോ മക്കളോ സഹാബികളോ പോയിട്ടില്ല, ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ ബഹുദൈവ വിശ്വാസികളെ ഏറ്റവും കൂടുതൽ ഇന്ന് ലോകത്താരാ? സമസ്ത മതക്കാരല്ലേ? നിങ്ങൾ വെട്ടിത്തുറന്ന് നിങ്ങൾക്ക് പറയാൻ പാടില്ലേ? കാരണം പ്രവാചകനും സഹാബികളും യാത്രാ മധ്യ ഒരു മരം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞ് മക്കാ മുശ്രിക്ക് വാള് തൂക്കിയിട്ട് ബർക്കത്തെടുക്കുന്ന ഒരു മരമാണ്, ഞങ്ങൾക്കൊരു മരം കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ പ്രവാചകൻ എന്താ പറഞ്ഞത്? നിങ്ങൾ എന്നോടൊരു ഇലാഹിനെ ചോദിക്കാണെന്ന് ചോദിച്ചാൽ എൻ്റെ കബറിനെ കെടുത്തിയിട്ട് വിഗ്രഹമാക്കരുന്ന പ്രവാചകന്റെ പ്രാർത്ഥന. തന്നെയുമല്ല, മാഹിശറയിലെ ഔദർ കൗസർ വെള്ളം കുടിക്കാൻ വേണ്ടി ഈ ബഹുദൈവ വിശ്വാസികൾ ഓടിക്കുന്നുണ്ട്. മലക്കുകൾ ഓടിക്കുമ്പോൾ പ്രവാചകൻ വേഷം കൊണ്ട് മനസ്സിലാക്കിയിട്ട് പറയുന്നുണ്ട്, അതെൻ്റെ ഉമ്മത്താണ് ഇങ്ങോട്ട് വിടുന്ന് പറയുമ്പോൾ അള്ളാഹ് എന്താ പറയുന്നത്? മുഹമ്മദേ, താങ്കൾക്ക് ഒന്നും അറിയില്ല. താങ്കളുടെ വഫാത്തിന് ശേഷം, മരണത്തിന് ശേഷം ഈ മതത്തിലേക്ക് ഒരുപാട് കാര്യങ്ങൾ കടത്തിക്കൂട്ടിയവരാണ് എന്ന് പറഞ്ഞിട്ടാണ് സമസ്ത മതക്കാർ ഓടിക്കുന്നത്. കാരണം കല്ലിനെയും മണ്ണിനെയും മയ്യത്തിനെയും ശവത്തിനെയും ഒക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. ഞാൻ വെട്ടിത്തുറന്ന് പറയുന്ന ആളാണ്. ഞാൻ എൻ്റെ മഹലിലും ഞാൻ ഒരുപാട് കത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളാ. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിലുണ്ടായി ഒരു പ്രശ്നം. നിങ്ങള് ചോദ്യം ചോദിക്കണമെങ്കിൽ എളുപ്പമായിരുന്നു. ഏതായിരുന്നാലും അതിന്റെ ബഹുദൈവ വിശ്വാസികൾ ആരാ? സമസ്ത മതക്കാരല്ലേ? അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരൊക്കെ ബഹുദൈവ വിശ്വാസികളല്ലേ? ഇപ്പൊ നമ്മുടെ മഹലില് ഒരു പുതിയ കമ്മിറ്റി വന്നിട്ടുണ്ട്. ഒരു കുറ്റി, ഏത് ബദരീങ്ങളുടെ വക ഒരു കുറ്റി കഴിഞ്ഞ വെള്ളിയാഴ്ച ഉദ്ഘാടനം ചെയ്തു. അപ്പൊ ഞാൻ ഉദ്ഘാടനം ചെയ്ത പ്രസിഡന്റിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് പുതിയ കമ്മിറ്റിക്കാര് പുതിയ തട്ടിപ്പുമായിട്ട് വന്നിരിക്കുന്നതാണ്. ബദരീകൾ പറഞ്ഞാൽ പട്ടിണി പാവങ്ങളാണ്. അവർ പല ഇതിലും മാരകമായ രോഗം പിടിപെട്ട് മരിച്ച ആൾക്കാർ, കൊല ചെയ്യപ്പെട്ട ആൾക്കാർ, ഉപരോധം വന്നപ്പോൾ പച്ചില തിന്ന് ജീവൻ നിലനിർത്തിയ ആൾക്കാർ, മരണശേഷം ഈ ഭൂമിയിൽ മരിച്ചുപോയ ആൾക്കാർ, പ്രവാചകനായാലും ആരായാലും ഈ ഭൂമിയായിട്ട് ഒരു ബന്ധമില്ല. ഇത് നിങ്ങൾ ഊടായ്പ തട്ടിപ്പാണ്, ഇതിന് ആരും കാശ് കൊടുക്കരുത്, ഇതിലാരും ഈ കുറ്റി വാങ്ങിച്ചു കൊണ്ടുവരുന്നത് ഞാൻ പരസ്യമായിട്ട് പറഞ്ഞാലാ. ഇന്ന് ഏറ്റവും കൂടുതൽ ബഹുദൈവവിശ്വാസികൾ ഈ സമസ്തക്കാരല്ലേ? നിങ്ങളെ ചോദ്യം അതാണ്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഷിർക്കാണ്, നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യമാണ്. അതാ പറഞ്ഞത്, ഈ ഷിർക്കിന്റെ 10,000 ആളുകൾ ഒന്നിച്ചു വന്നാലും ഒരു നാടന് മതി ഈ കാര്യം മനസ്സിലാകാൻ. അതാണിപ്പോൾ നിങ്ങൾ പറഞ്ഞത്. അതിലത്ര തന്നെ ഉള്ളൂ. അതായത് ഷിർക്ക്, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് ഷിർക്കാണ്, അത് ചെയ്യരുത് എന്നാണ് മുസ്ലിം ഉമ്മത്തിനോടും മറ്റുമൊക്കെ നമുക്ക് പറയാനുള്ളത്. അതിലത്ര തന്നെ ഉള്ളൂ. വേറെ ചോദ്യങ്ങൾ ഉണ്ട് തോന്നുന്നുണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ ഈ മൗലൂദ് ഉണ്ടല്ലോ, മൗലൂദ്, അതാത്, ആത്യം, ഇതൊക്കെ ശിർക്കല്ലേ? അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതല്ലേ ആണ്. ഈ മൗലൂദിന്റെ ഭക്ഷണം നമുക്ക് ഹറാമല്ലേ? കഴിക്കാൻ പാടുണ്ടോ? പറ്റൂല. നബിദിനത്തിന് ഇപ്പൊ അടുത്ത കാലത്ത് ഈ കഴിഞ്ഞ നബിദിനത്തിന് നമ്മുടെ മഹലിലെ ഖത്തീബ് ഒരു ത്വരീഖത്തുകാരനാണ്, തബ്ലീഗിന്റെ ആളാണ്. അദ്ദേഹം ഇതുണ്ടായിരുന്നു, മൗലൂദിന്റെ ജാഥ ഉണ്ടായിരുന്നു. ഒരുപാട് കുട്ടികളൊക്കെ ഇറക്കുമതി ചെയ്ത് ഞാൻ വീഡിയോ പിടിച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ച്, ഇത് പ്രവാചകൻ മരിച്ച ദിവസമല്ലേ? റബീഉൽ അവ്വൽ 12 പ്രവാചകൻ 100% ഉറപ്പാണ് മരിച്ച ദിവസമാണ്. ജനിച്ച ദിവസം ഭൂമി ലോകത്ത് ഒരാൾക്കും അറിയില്ല, പല അഭിപ്രായങ്ങളുണ്ട്. അതിലൊന്ന് റബീഉൽ അവ്വൽ 12 പറഞ്ഞിട്ടുണ്ടാവും. ഇത് 100% ഉറപ്പാണ്, മരിച്ച ദിവസമാണ്, ചരമദിനമാണ്. മക്കയിലെ മുശ്രിക്കുകൾ അവര് കള്ളും കഞ്ചാവൊക്കെ കുടിച്ച് ആഘോഷിച്ച ദിവസമാണ് ഈ റബീഉൽ അവ്വൽ 12. ഇത് നിങ്ങൾ ചെയ്യുന്ന തെറ്റല്ല. അത് ഖത്തീബിനെ നേരിട്ട് ഞാൻ പിടിച്ച് ഞാൻ അതിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു അത് മഹലിന്റെ തീരുമാനമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അന്ന് അങ്ങനെ പോയി കുറച്ച് പിടിച്ചിട്ടുണ്ട്. വൈകിട്ട് മഗ്‌രിബിന് ശേഷം ഞാൻ ചോദിച്ചത്, ഇന്ന് ഇവിടെ മൗലൂദ് ഉണ്ടായില്ലേ? ഉണ്ടായി. അത് തെറ്റല്ലേ? പ്രവാചകനെ വിളിച്ച് പ്രാർത്ഥിക്കല്ലേ? അതൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇർത്തക്കബത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അതൊരു ബസ് യാത്രയാന്ന് പറഞ്ഞു. ഞാൻ പരസ്യമായിട്ട് അയാളുടെ അടുത്ത് കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾ പ്രവാചകനെ വിളിച്ച് പ്രാർത്ഥിക്കാനാണ് മൗലൂദ്. അതിന്റെ ഭക്ഷണം കഴിക്കാൻ പാടുള്ള ഹറാമാണ്. ഇത് നിങ്ങൾ മരിക്കും, ഞാനും മരിക്കും. മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് കിട്ടും ഇതിൻ്റെയൊക്കെ എന്ന് ഞാൻ പരസ്യമായിട്ട് പറഞ്ഞ ആളാണ്. അൽഹംദുലില്ലാഹ്, ഇന്നത് പറയണം. അതാണ് നമ്മൾ പറയേണ്ടത്. അത് വെട്ടിത്തുറന്ന് പറയണം. ഇപ്പൊ ഈ ഒരു റജില് പോയി പ്രവാചകന്റെ കബറിങ്, ബദരീങ്ങളുടെ കബർ ഒറിജിനൽ ഔലിയാക്കളാണ്. അവരുടെ കബറിങ് സഹാബികളോ ഭാര്യമാരോ മക്കളോ പോയിട്ടില്ല. കറാമത്ത് മുഹാദിന് ദുനിയാവില് ശരിക്കും ഇസ്ലാമിനെ പറ്റി പഠിച്ചവർക്കറിയാം. ദുനിയാവില് ഒരു അത്ഭുതങ്ങളും ഒരു സഹായങ്ങളും ഒരാളെയും ചെയ്തിട്ടില്ല. കറാമത്തുണ്ട്. നമ്മൾ
നിങ്ങൾ ചോദ്യം അപ്പൊ ചോദിച്ചു. ഇതാണ് ചോദ്യം. കറാമത്ത് മുഖാന്തരം ദുനിയാവില് ഏതെങ്കിലും ഒരു ഔലിയ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഈ ബദർമാലയും മൗലൂദും അതൊക്കെ കഴിക്കുന്നുണ്ടല്ലോ. അവരറിയുന്ന മരിച്ചുപോയ ആൾക്കാർ ഭൂമിയായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും തീർന്നില്ലേ? അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് മരിച്ചുപോയ ആളുകളോടുള്ള സഹായത്തേട്ടം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. അത് ചോദിക്കാൻ പാടില്ല. അള്ളാഹുവിനോട് മാത്രമാണ് അത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടതെന്ന് പറഞ്ഞത്. അപ്പം അതാണ് നമുക്ക് സാധാരണ എന്താണ് എന്നും പറയാനുള്ളത്. അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. നിങ്ങളെപ്പോലത്തെ ആളുകൾ നാട്ടിൽ സുന്ദരമായി കൊണ്ട് ഇനിയും പ്രബോധന പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകണം. നാട്ടിൽ ഇൻഷാ അല്ലാഹ് മാറ്റങ്ങൾ ഉണ്ടാവും തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. അൽഹംദുലില്ലാഹ്, ഒരു സാധാരണക്കാരൻ്റെ തുറന്ന ഒരു മനസ്സാണ് നമ്മളിവിടെ കേട്ടത്. അല്ലാഹു അദ്ദേഹത്തിന് സ്ഥൈര്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. കാര്യം വ്യക്തമാണ്. സാധാരണ ആവശ്യമില്ലാത്ത കിതാബ് ഓതിയിട്ട് കിടന്ന് വട്ടം തിരിഞ്ഞ കുറേ മനുഷ്യന്മാരുണ്ട്. ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ കഴിയില്ല, ഉറങ്ങുന്നവരെ ഉണർത്താൻ കഴിയും, എത്ര വലിയ ഉറക്കമാണെങ്കിലും. ഒരു സാധാരണക്കാരൻ എത്ര വൈകാരികമായി ആത്മാർത്ഥമായിട്ടാണ് നമ്മുടെ കാരണവർ ഈ അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്ന് പറഞ്ഞത്. യൂസുഫ് മുസ്ലിയാരെ പോലെ ആളുകൾ അതൊക്കെ ഒന്ന് രാത്രി പോയി കിടക്കുമ്പോൾ ആലോചിക്കണം എന്ന് കൂട്ടിച്ചേർക്കുകയാണ്. രാത്രി ഇവിടെ മതവാണിഭമാണ്, മതത്തിൻ്റെ പേരിൽ കച്ചവടമാണ്. ഖബർ കച്ചവടം, കറാമത്ത് കച്ചവടം, മുഴുജത്ത് കച്ചവടം, അള്ളാഹു റസൂലിന്റെ മുടി എന്ന് പറഞ്ഞിട്ട് മുടി വരെ കച്ചവടം ചെയ്യാൻ ഇവിടെ. ഇപ്പോൾ ഓരോരുത്തരും മുടി കൊണ്ട്, ഇപ്പം എൻ്റെ നാട്ടിൽ ഉസ്താദ് പടുത്ത് ഉമ്രക്ക് ഇപ്പം മുടി കിട്ടിയായിരുന്നു, അയാൾ മുടി കൊണ്ടുവന്നു. അപ്പം അവിടെ ഒന്നാകെ നബിയുടെ മുടി ഇങ്ങനെ വെതറി കിടക്കുക തോന്നും പറച്ചിൽ കേട്ടാൽ. ആ മുടിയുമായി ജീവിച്ച അള്ളാഹു റസൂല് പട്ടിണിയായിട്ടാണ് ജീവിച്ചത്. ആ മുടി കൊണ്ട് വരുമാനം ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ നബിയുടെ മുടി, അതേപോലെ ഖദീജ ബീവിയുടെ കുപ്പായം, ആയിഷ ബീവിയുടെ ചെരുപ്പ്, ഖാലിദ് ബീവിന്റെ താടി ഒക്കെ നമ്മുടെ കേരളത്തിലുണ്ട്. ഇപ്പോൾ ഇതൊക്കെ കച്ചവടമാണ്. മതം വിറ്റ് ജീവിക്കുന്ന ചില ആളുകളാണ് ഇതിനെല്ലാം പിറകിൽ. അവർക്ക് ബദരീകളല്ല ആവശ്യം, മഹാന്മാരല്ല ആവശ്യം, പ്രവാചകരല്ല ആവശ്യം, പ്രമാണങ്ങളല്ല ആവശ്യം. അതിൻ്റെ മറവിൽ ചില കച്ചവടങ്ങളാണ് അവർക്ക് ആവശ്യം. അതപ്പോൾ താങ്കൾ പറഞ്ഞ ആ കുറ്റി സ്ഥാപിച്ചു, ബദരീങ്ങളെ പേരിൽ കുറ്റിച്ചിട്ട് കിട്ടുന്ന പൈസ ബദരീങ്ങൾക്ക് കിട്ടുമോ? ഇല്ല. കുറ്റി വീണ പൈസയൊക്കെ പാടെ ബദരീങ്ങൾക്ക് കൊടുത്തേക്കുകയാണെങ്കിൽ ഒരു ന്യായമെന്ന് പറയാം. അതില്ലല്ലോ, അത് ഉസ്താദന്മാർക്ക് കിട്ടുക, അല്ല ബദരീങ്ങൾക്കല്ല. ബദരീങ്ങളെ പേര് പിന്നെന്തിനാ? ആ പേര് വെച്ചാലേ പൈസ വീഴുള്ളൂ. ഇതൊക്കെ റബ്ബിൽ പങ്കു ചേർക്കുന്ന പണികളാണ്. മാലകളിൽ, മൗലീദുകളിൽ, റാത്തീബുകളിൽ, കുത്തുബിയത്തിൽ എല്ലാം അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ശിർക്കൻ ആശയങ്ങൾ എമ്പാടുമുണ്ട്, പുത്തൻ വാദങ്ങൾ എമ്പാടുമുണ്ട്, അനിസ്ലാമിക ആശയങ്ങൾ ധാരാളമുണ്ട്. അതൊക്കെ നമ്മൾ ഒഴിവാക്കണം. ഒരു മാലയും വേണ്ട, ഒരു മൗലിദും വേണ്ട, ഒരു റാത്തീബും വേണ്ട, ഒരു കുത്തുബിയത്തും വേണ്ട, ഒരു ഹദ്ദാദും വേണ്ട. അള്ളാഹുവിന്റെ റസൂലോ സ്വഹാബിമാരോ താബിഈങ്ങളോ ഒരു മാലയും പാടിയിട്ടില്ല, ഒരു മൗലിദും ചൊല്ലിയിട്ടില്ല, ഒരു കുത്തുബിയത്തും ചൊല്ലിയിട്ടില്ല, ഒരു ഹദ്ദാദും നിർവഹിച്ചിട്ടില്ല, ഒരു കുറ്റിയും സ്ഥാപിച്ചിട്ടില്ല, അല്ലാത്തവർക്ക് നേർച്ച നിർന്നിട്ടില്ല, മദീനത്തെ പള്ളി നേർച്ചപ്പെട്ടി വെച്ചിട്ടില്ല, നബിയുടെ കബറിങ്ങൾ നേർച്ചപ്പെട്ടി വെച്ചിട്ടില്ല, നബിയുടെ കബറ് കെട്ടിപ്പൊക്കിയിട്ടില്ല, അവിടെ ജാറം മൂടിയിട്ടില്ല, അത് വരുമാനമാക്കിയിട്ടില്ല. നബിയുടെ കുടുംബം ജീവിച്ചത് ആ കബറിലെ വരുമാനം കൊണ്ടായിരുന്നില്ല. അതിനൊക്കെ അട്ടിമറിച്ച് മതം കച്ചവടമാക്കി മാറ്റി അതിൻ്റെ ഒരു വളരെ തുറന്ന മനസ്സോടെയുള്ള ആ ഒരു ചിന്താഗതിയാണ് ഇവിടെ കാരണവർ ഇവിടെ ഉന്നയിച്ചത്. അള്ളാഹു നമുക്കെല്ലാം ഹക്കിൻ്റെ വഴി നിൽക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.